Ramadan Virna 2025. Powered by Total Assurance. We secure your tomorrows. Co-powered by DC Jewels. Happy Land presents. Co-presents Chayakadai, Eastham, UK. This program is brought to you by Chayakadai, Eastham, UK. ഇന്ന് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ. ഒരു മാസം നോമ്പ് തുറകളുടെയും വ്രതാനുഷ്ഠാനങ്ങളുടെയും ആരോഗ്യവും പ്രതിരോധശേഷിയും വാഗ്ദാനം ചെയ്തതിന് അള്ളാഹുവിനോട് നന്ദി പറയുന്ന ദിവസം. ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആഘോഷിക്കുന്ന ചെറിയ പെരുന്നാൾ. നമുക്ക് കാണാം 2025 അവസാനത്തെ എപ്പിസോഡ് റംദാൻ വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ഉർസില റഹ്മത്തൽ ലിൽ ആലമീൻ വബഅദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ടവരെ, ഞാൻ മുഹമ്മദ് ബസ്താമി വാഫി ലണ്ടനിൽ പ്രബോധന മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. നമ്മൾ റമദാനിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അള്ളാഹുവിന് സർവസ്തുതിയും അർപ്പിക്കുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിനെ അയാൾ വരവേൽക്കണം. പെരുന്നാളിൽ പിന്നെ അയാൾ നോമ്പ് നോൽക്കുക എന്നുള്ളത് ഹറാമാണ്, നിഷിദ്ധമാണ്. അത് സന്തോഷിക്കേണ്ട സമയമാണ്. സത്യത്തിൽ നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകൾക്കും എങ്ങനെയാണ് പെരുന്നാൾ കൃത്യമായി ഉപയോഗിക്കേണ്ടത് എന്ന് അറിയാതെ പോകുന്നു. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റീവായി പെരുന്നാൾ ഉപയോഗിക്കണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളുമായി ഒക്കെ സമയം ചിലവഴിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു ഹദീസ് ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കണം. ഒരാൾക്ക് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ ഉണ്ടാവുകയും എന്നിട്ട് അയാൾക്ക് സ്വർഗത്തിലൊരിടം അയാൾക്ക് സെക്യൂർ ആക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അയാൾ എത്രത്തോളം പരാജിതനാണ് എന്നുള്ളതാണ്. അപ്പോൾ വാർദ്ധക്യത്തിലൊരു മാതാപിതാക്കൾ ഉണ്ട് എങ്കിൽ ഉപ്പയോടും ഉമ്മയോടുമെല്ലാം നല്ല രൂപത്തിൽ പെരുമാറുക, അവരുമായി സമയമൊത്ത് ചിലവഴിക്കുക, അവരുമൊത്ത് പുറത്ത് ട്രാവൽ ചെയ്യുക. ഇതൊക്കെ നമ്മൾ പെരുന്നാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല, നമ്മുടെ കൂട്ടുകുടുംബങ്ങളുമായി സമയം ചിലവഴിക്കാനും നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പ്രത്യേകിച്ച് നമ്മൾ പെരുന്നാളിലെല്ലാം മറന്നു പോകുന്നൊരു കാര്യമെന്നുള്ളത് നമ്മൾ ആർഭാടകരമായി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം. അദ്ദേഹം നാട്ടിലെ ചക്രവർത്തിയാണ്. ചക്രവർത്തിയായിരിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിൽ നിന്നും. എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ഈ പെരുന്നാൾ ദിവസത്തിൽ വളരെ സിമ്പിളായ വസ്ത്രം ധരിച്ച സമയത്ത് തൻ്റെ ചുറ്റുമുള്ള ആളുകൾ ആരോ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇവർക്ക് നല്ല കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നു അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ഭൂമി ലോകത്ത് തിളങ്ങുന്ന വസ്ത്രങ്ങളെക്കാൾ എനിക്ക് ആഗ്രഹം എൻ്റെ മക്കൾ ആഖിറത്തിൽ തിളങ്ങുന്ന വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് നല്ല വസ്ത്രം ധരിക്കണ്ട എന്നല്ല, അതേസമയം ആർഭാടം നമ്മൾ ഉപേക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഈ പെരുന്നാൾ നമ്മളിലേക്ക് ആഗതമാവുന്ന സമയത്ത് ഈദുൽ ഫിത്തർ ആണ്. ഫിത്തറിൻ്റെ സക്കാത്ത് പെരുന്നാളിലാണ് നമ്മൾ ആളുകൾക്ക് കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് ഫിത്തർ സക്കാത്ത് എല്ലാം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അവകാശികൾക്കായി അത് കൊടുക്കാൻ തന്നെ നമ്മൾ നമ്മുടെ സമയം ചിലവഴിക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പെരുന്നാളിനെയും അതുപോലെ റമദാനുമെല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതാണ് ചായക്കടയുടെ ഫാമിലി. ഇത് നമ്മളൊരു എല്ലാ നോയമ്പിനും നമ്മളൊരു ഗെറ്റ് ടുഗെദർ കണക്ക് നോമ്പ് കുറിക്കാനൊക്കെ ഇങ്ങനെ ഒത്തുചേരാറുണ്ട്. ഇത് നമ്മളെ വളരെ ക്ലോസ് ഫാമിലി. പിന്നെ ചായക്കടയ്ക്ക് ഓൾമോസ്റ്റ് 96 സ്റ്റാഫ് ഉണ്ട്. അത് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് കണക്ക് തന്നെയാണ് ചായക്കടയുടെ സ്റ്റാഫ്. അവരൊക്കെ
അതിൽ കുറച്ച് പേര് ഇവിടെ ഉണ്ട്. 4 ബ്രാഞ്ച് ഓപ്പൺ ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ ഇല്ല. ഒരു ബ്രാഞ്ചിലെ കുറച്ച് പേര് ഇവിടെ ഉണ്ട്. 100% നമ്മളെ സക്സസിൻ്റെ ഇതെന്തെന്ന് പറഞ്ഞാൽ നമ്മളെ ടീം വർക്ക് തന്നെയാണ് ചായക്കടയുടെ മെയിൻ സക്സസ്. 100% ചായക്കടയുടെ സക്സസ് നമ്മളെ ടീം തന്നെയാണ് 100%. പിന്നെ ഇവരെ സപ്പോർട്ടില്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാ 2 വീക്സിൽ ഒരിക്കലെങ്കിലും ഒത്തുകൂടാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവരുടെ സമയവും സന്ദർഭവും അനുസരിച്ച് ഒത്തുകൂടാറുമുണ്ട്. നമ്മൾ പിന്നെ ഇപ്പോൾ ഒരു മാസം മുമ്പ് സ്റ്റാഫ് പാർട്ടി നടത്തിയിരുന്നു. നമ്മളെ 4 ബ്രാഞ്ചും ക്ലോസ് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരു സ്റ്റാഫ് പാർട്ടിയാണെങ്കിൽ ഒരു സ്റ്റാഫ് പാർട്ടി നടത്തി. ഓൾമോസ്റ്റ് 100 സ്റ്റാഫ് ഉണ്ട് ചായക്കടയ്ക്ക്. അപ്പം അതിൽ കുറച്ച് പേര് മാത്രമേ ഇന്ന് ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാവരും ഓരോരോ ബ്രാഞ്ചിൽ ഓപ്പണിംഗ് ആയതുകൊണ്ട് ജോലിയിലൊക്കെയാണ്. വിളിക്കാം. അപ്പം ഇതാണ് നമ്മളെ മെയിൻ സ്ട്രെങ്ത് ചായക്കടയുടെ സ്റ്റാഫ്സ്. അപ്പോൾ ഇവരില്ലെങ്കിൽ 100% ഈ ഒരു ബ്രാൻഡ് ഇന്ന് കാണുന്ന നിലയിൽ എത്തൂല. 100% നമ്മളൊരു ഫാമിലിയെ കണക്ക് തന്നെയാണ്. അപ്പോൾ അവർക്കും അറിയാം, ഇപ്പം നമ്മളിൽ നിന്ന് സ്റ്റാർട്ടിങ് തൊട്ട് ജോലി സ്റ്റാർട്ട് ചെയ്ത് ആരും പിരിഞ്ഞു പോയിട്ടില്ല. എല്ലാവരും ആഡ് ഓൺസ് മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ആദ്യത്തെ കട തുടങ്ങിയപ്പം 20 സ്റ്റാഫായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 100 സ്റ്റാഫ് എത്തി. അപ്പം ഇവരെ ഹാർഡ് വർക്കും കൂടിയാണ് ചായക്കടയുടെ മെയിൻ സക്സസ്. പിന്നെ മെയിനായിട്ട് നമുക്ക് ഷെഫ് കാറ്റഗറി എടുത്താൽ നമുക്ക് നോർത്ത് ഇന്ത്യൻ നാട്ടിൽ നിന്നുള്ള കേരള ഷെഫുണ്ട്, നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഷെഫുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു 3-4 സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ഷെഫുണ്ട്. അപ്പം ഓരോ സ്ഥലത്തെയും ഓരോ വിഭവങ്ങൾ അവർ ഓരോ ദിവസം നോയമ്പ് തുറയുടെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഷെഫ് 100% നല്ലൊരു ഷെഫ് ഉള്ളത് കൊണ്ട്, നല്ല ഷെഫുമാരും നല്ല വർക്കേഴ്സും ഉള്ളത് കൊണ്ട് തന്നെയാണ് ബിസിനസ് സ്മൂത്തായിട്ട് റണ്ണായി പോകുന്നത്. അപ്പം 100% നമ്മളെ സ്റ്റാഫിനും ഷെഫിനും എല്ലാവർക്കും ചായക്കടയുടെ വിജയത്തിൽ ഒരു പങ്കുണ്ട്. 100% 100% ടീം വർക്കാണ് നമ്മളെ സക്സസ്. റമദാൻ സ്പെഷ്യലായി നമുക്ക് പറയാനുള്ളത്, എല്ലാവർക്കും ചായക്കടയുടെ പേരിലും നമ്മളെ പേഴ്സണൽ പേരിലും ഒരു നല്ലൊരു റമദാൻ ആശംസിക്കുന്നു. അതേപോലെ തന്നെ ഒരു നല്ലൊരു പെരുന്നാളും ചെറിയ പെരുന്നാളും എല്ലാവർക്കും ആശംസിക്കുന്നു. അടുത്ത വർഷം ഇതിലും നല്ലൊരു റമദാൻ വിഭവങ്ങളുമായി, പുതിയ റമദാൻ വിശേഷങ്ങളുമായി അടുത്ത വർഷവും ചായക്കട ഇവിടെ തന്നെ കാണുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു. അതിലൊരു ഭാഗമാവാൻ കഴിയട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ചായക്കടയുടെ പേരിൽ ഒരു റമദാൻ ആശംസകൾ. Happy Land Amusement Park, Thiruvananthapuram. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ഈദ് കളക്ഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ മുസ്ലിം ബ്രൈഡ്സിനും മുസ്ലിംസിനെന്ന് മാത്രമല്ല ഹിന്ദു ക്രിസ്ത്യൻ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ആഭരണങ്ങൾ പറക്കാട്ട് ജുവൽസിൻ്റെ 24 ക്യാരറ്റ് ഗോൾഡ് ലെയർഡ് ഓർണമെൻറ്റ്സ് കളക്ഷൻസിലുണ്ട് കേട്ടോ. എന്നാലും ഞാനിവിടെ സ്പെഷ്യലൈസ് ചെയ്ത് പരിചയപ്പെടുത്തുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള ലെഹങ്കയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റിയതാ അടിപൊളിയായിട്ടുള്ള ഒരു വലിയ ചോക്കർ ഹെവി ടൈപ്പ് നെക്ലേസ്, അതേപോലെ തന്നെ അതിന് ചേരുന്ന രീതിയിൽ ലോങ് ആയിട്ടുള്ള മാല, അല്ലെങ്കിൽ നമുക്ക് ഹിപ്പ് ചെയിനായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, 2 in 1 ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതിന് ചേരുന്ന 2 ബാംഗിൾസ്, അതിൻ്റെ തന്നെ സെറ്റായിട്ട് വരുന്ന സ്റ്റഡുകളുണ്ട്. ഇനി അത് കൂടാതെ നമുക്ക് സ്റ്റോൺ വർക്കിൽ മാത്രമല്ല വരുന്നത്, ആൻറ്റിക് ഷെയ്ഡിൽ ഇതെന്ന് പറയുമ്പോൾ ഒരല്പം ബ്ലാക്ക് ആൻറ്റിക് ടച്ച് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ഓക്സൈഡ് എന്നും പറയും കണ്ടോ. അതിൻ്റെ ചോക്കർ നെക്ലേസ് ഉണ്ട്, മിഡിലായിട്ട് ഇടാവുന്ന നെക്ലേസ് ഉണ്ട്, ഒരല്പം വലിയ നെക്ലേസ് വരുന്നുണ്ട്, റൂബി പോട്ടാ സ്റ്റോൺസ് എല്ലാം വെച്ചിട്ടുള്ള ഹെവി നെക്ലേസ്, സിമ്പിൾ റൂബി ആൻഡ് വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള
മിഡിൽ നെക്ലേസ്, പ്ലെയിൻ ഗോൾഡിൽ ഹാൻഡ് ക്രാഫ്റ്റഡ് വർക്ക് വരുന്ന പോലെയുള്ള ഒരു ആൻറ്റിക് സ്റ്റൈൽ ചോക്കർ നെക്ലേസ്. ഇനി ഇത് മാത്രമല്ല, ഇവിടെ കുറച്ച് ജിമിക്കയുണ്ട്, അതുപോലെ തന്നെ സ്റ്റഡുകളുണ്ട്, പല രീതിയിലുള്ള നമുക്ക് പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാവുന്ന കമ്മലുകൾ. ഇതിന് നമ്മൾ കാണുന്നത് കുറച്ച് ആൻറ്റിക് ടച്ചിൽ വരുന്ന ഒരു റെഡിഷ് ആൻറ്റിക് ടച്ചിൽ വരുന്ന കുറച്ച് ചെട്ടിനാട് എന്ന് വേണേൽ ചെട്ടിനാട് കളക്ഷനും ഉണ്ട്. എന്നാൽ അതേപോലെ തന്നെ അല്പം മോഡേൺ ആൻറ്റിക് സ്റ്റൈലിൽ കളർ ചെയ്തിട്ടുള്ള റൂബി വൈറ്റ് ഗ്രീൻ കളർ സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു നെക്ലേസ് ഉണ്ട്. ഇത് നമ്മളുടെ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള നമ്മളുടെ കുവൈറ്റി ഡിസൈനിൽ വരുന്ന ഇതുണ്ട്, കുവൈറ്റി ഡിസൈനിൽ വരുന്നതുണ്ട്. അതുപോലെ തന്നെ മാറ്റ് ഫിനിഷും കട്ടിങ്ങും ഒക്കെ അടിച്ചിട്ടുള്ള ഒരു ചോക്കർ നെക്ലേസ് സെറ്റ് ഉണ്ട്. അല്പം വൈറ്റ് റോഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള നെക്ലേസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ടൈപ്പിൽ നമുക്ക് ഹിന്ദുസിനോ ക്രിസ്ത്യൻസ് മുസ്ലിംസ് എല്ലാവർക്കും പറ്റിയ രീതിയിലുള്ള ഒരുപാട് ബ്രൈഡൽ കളക്ഷൻസ് ഉണ്ട്. ഇന്ന് എന്താ വില ഗോൾഡിന്! അപ്പോൾ ഇത്രയും ഗോൾഡും നമുക്ക് മേക്കിംഗ് ചാർജ് എല്ലാം കൊടുത്തു വെച്ചിട്ട് നമ്മൾക്ക് ഒരു വൺ ടൈം യൂസിന് വേണ്ടിയിട്ട്, നമ്മുടെ ഇപ്പോഴത്തെ യൂത്തൊന്നും ഇതേപോലുള്ള ഓർണമെൻറ്റ്സ് ഒന്നും ഹെവി ഓർണമെൻറ്റ്സ് ഒന്നും ഒരു സിംഗിൾ ഡേ യൂസ് അല്ലാതെ പിന്നീട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് ഗോൾഡിന് മേക്കിംഗ് ചാർജ് എല്ലാം കൊടുത്ത് എടുത്തു വെക്കുന്നത് ഒരു റിയൽ ആയിട്ടുള്ളൊരു വേസ്റ്റേജ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗോൾഡിൻ്റെ അതേ പെർഫെക്ഷനിലും ഫിനിഷിലും ഡിസൈനിലും എല്ലാം വരുന്ന ഓർണമെൻറ്റ്സ് പറക്കാട് ജുവൽസ് 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കളക്ഷൻസും കാണുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉള്ളത് പറക്കാട് ജുവൽസിൻ്റെ എറണാകുളം പത്മ ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. ഇവിടെ നല്ല അതിവിശാലമായ ഷോറൂമുണ്ട്. അത് കൂടാതെ എറണാകുളത്ത് തന്നെ നമ്മൾക്ക് വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലും കലൂരും തൃപ്പൂണിത്തുറയും പിന്നെ കേരളത്തിൻ്റെ അങ്ങേയറ്റം പാറശാല മുതൽ ഇങ്ങേയറ്റം കാസർഗോഡ് വരെ പറക്കാട് ജുവൽസിന് ഷോറൂംസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഏത് ഷോറൂമിൽ നിന്ന് എടുത്ത ഓർണമെൻറ്റ്സ് ആണെങ്കിലും നമ്മളുടെ എല്ലാ ബ്രാഞ്ചസിനും സർവീസ്, വാറൻറ്റി, എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഇതെല്ലാം ഉണ്ട്. കൂടാതെ മണി ബാക്ക്, ലൈഫ് ടൈം സർവീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടാതെ നമ്മൾക്ക് പറക്കാട് ജുവൽസിന് വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ ഉള്ള സെയിലും ഉണ്ട്. സോഷ്യൽ മീഡിയയിലും പറക്കാട് ജുവൽസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ അപ്ഡേഷൻസ് എല്ലാം കാണുക. ഒരിക്കലെങ്കിലും പറക്കാട് ജുവൽസിൻ്റെ ഷോറൂം തീർച്ചയായിട്ടും സന്ദർശിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് ദിന ആശംസകൾ. തിരുവനന്തപുരത്ത് വേമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. റൈഡുകളെ കുറിച്ച് അറിയാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ളത്. അപ്പോൾ ഒരുപാട് റൈഡ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ സ്മാഷ് എന്ന് പറയുന്ന ഈ റൈഡിലാണ്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഈ ചെയേഴ്സ് ഉണ്ട്. ഇതിലിരുന്ന് കഴിഞ്ഞാൽ അവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ കസേരയും കിടന്നിങ്ങനെ കറങ്ങും. ചുമ്മാ ഇങ്ങനെ കറങ്ങുന്നതല്ല, അതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങും. മറ്റുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ട്, ഒത്തിരി മൂവ്മെൻറ്റ്സ് വരുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. അപ്പോൾ നമുക്ക് ഒത്തിരി മുതിർന്നവർക്കും കുട്ടികൾക്കാണെങ്കിൽ മുതിർന്നവരുടെ കൂടെയും ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡാണിത്. എല്ലാ വർഷവും ആനുവൽ മെയിൻ്റെനൻസ് നടക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അടച്ചിരിക്കുകയാണ്. മാർച്ച് 29-നാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ വരാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കി ക്ലീനാക്കി പെയിൻറ്റ് ചെയ്ത് നല്ല ഫ്രഷ് ലുക്കാക്കി വെക്കുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും എല്ലാ ഫാമിലീസും എല്ലാവർക്കും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം. രാവിലെ 10 മണിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റൈഡുകളെല്ലാം എൻജോയ് ചെയ്യാം. ലാൻഡ് റൈഡ്സ്, അതുപോലെ വാട്ടർ റൈഡ്സ്, ഇതിലൊക്കെ എൻജോയ് ചെയ്യാം. ഇവിടെ ഫുഡ് കോർട്ടുണ്ട്,
ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം. അതുപോലെ ദൂരെ നിന്ന് വരികയാണെങ്കിൽ വേണമെങ്കിൽ ഇവിടെ താമസിച്ച് അടുത്ത ദിവസം റൈഡുകൾ എൻജോയ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇവിടെ ഉണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് വേറൊരു ലോകത്തിലേക്ക് എത്തിയ ഒരു ഫീൽ കിട്ടും നമ്മുടെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വേവ് പൂളിൻ്റെ ഫ്രണ്ടിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വേവ് പൂളാണ്. ഇത്രയും നീളം കൂടിയ വേവ് പൂൾ നമുക്ക് വേറെ എവിടെയും കാണാൻ കിട്ടില്ല. മാത്രമല്ല ഇവിടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമാണ് ഇവിടെയുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. ലേഡീസിനും ജെൻസിനും 2 സൈഡിലായിട്ടാണ് വേവ് പൂൾ എൻജോയ് ചെയ്യാനുള്ള സെക്ഷൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുട്ടികൾക്കും അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത്രയും നീളം കൂടിയ വേവ് പൂൾ നമുക്ക് കടലിൻ്റെ അകത്ത് പോകുന്നൊരു ഫീലാണ്. തിരമാലകളുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ പോകുന്ന ഒരു ഫീൽ കിട്ടുന്ന ഒരു വേവ് പൂളാണ്. ഹാപ്പി ലാൻഡിൽ എല്ലാ സ്വിമ്മിംഗ് പൂളും സുരക്ഷിതവും ശുദ്ധജലവും ഉള്ളതുമാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിൽറ്റർ പ്ലാന്റുകളും ക്ലോറിൻ ഡോസ് പമ്പുകളും സ്വന്തം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് pH മൂല്യം ഉറപ്പുവരുത്തി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഒരു പേടിയും കൂടാതെ കുടുംബസമേതം ആർത്തുല്ലസിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യണ്ടേ? അപ്പോൾ എല്ലാവരും വരൂ ഹാപ്പി ലാൻഡിലേക്ക്. സുകന്യ ജയറാം, ബൈ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, വെമ്പായം, തിരുവനന്തപുരം. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. Happy Land Amusement Park, Thiruvananthapuram. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. Hello everyone, welcome to yet another beautiful episode with DC Jewellers. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു മുസ്ലിം ബ്രൈഡൽ സെറ്റാണ്. മുസ്ലിം ബ്രൈഡൽ സെറ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ, എല്ലാവർക്കും ഉപയോഗിക്കാം. നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഇന്നത്തെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ 4 മാലകളും 4 ഫിനിഷും 4 സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഫസ്റ്റ് വൺ ഈസ് ഹൈ പോളിഷ് ഇൻ റൂബി. ഇതിന് വെയിറ്റ് വരുന്നത് ഏകദേശം ഒരു 44, ദാറ്റ് ഈസ് 5.5 പവൻ വെയിറ്റ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ മാല കേട്ടോ. എന്തൊരു രസാലെ കാണാൻ തന്നെ ഇൻ റൂബീസ്. നെക്സ്റ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ വൺ ഇൻ 62 grams of gold in beautiful combination of high polish and green. ഹൈ പോളിഷും ഗ്രീനിലും കോമ്പിനേഷനിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ സെറ്റാണ്. ദ തേർഡ് വൺ ഈസ് എ ലെയർ മാല ഇൻ ജസ്റ്റ് 79 grams, ദാറ്റ് ഈസ് 9.5 പവൻ, ദാറ്റ് ഈസ് 10 പവൻ്റെ അടുത്തോളം വരുന്ന ഒരു ലെയർ മാലയാണ്. ലാസ്റ്റത്തെ മാല എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. എൻ്റെ വെയിറ്റ് വരുന്നത് 60 grams. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, 5.5 പവൻ, ഒരു 62, ഇത് 10 പവൻ, ഇത് വരുന്നത് 66 gram. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4 മാലയാണ്. പിന്നെ വളകൾ ഓരോന്ന് വരുന്ന ഒരു 20 ഗ്രാമും 16 ഗ്രാമിലൊക്കെ വരുന്ന ആൻറ്റിക് ഫിനിഷിലുള്ള വളകളാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് ഹൈ പോളിഷിലുള്ള വേണ്ടെങ്കിൽ നമുക്ക് ചെയ്തുതരാൻ ഭയങ്കര എളുപ്പമാണ്. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ ഷാൻഡിലിയ ഇയറിംഗ് ഇൻ 16 grams of gold. 2 തരത്തിലുള്ള സ്റ്റോൺസിൽ വെച്ചിട്ടുള്ള ഇയറിങ്സ് ആണ്. ഇതുപോലത്തെ ഇഷ്ടംമാതിരി കളക്ഷൻസ് DC വന്നിട്ടുണ്ട്. സോ ഗൈസ്, വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ഇസ്, നിങ്ങൾക്ക് വെഡ്ഡിംഗ് ആണ് വരുന്നത്, ഇനി ഫർദർ വെഡ്ഡിംഗ് പർച്ചേസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ദൂരെ ആയിക്കോട്ടെ DC വരുന്നതുകൊണ്ട് യു വിൽ നെവർ റിഗ്രറ്റ്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, വി ഗിവ് യു ഡിസൈനർ ജ്വല്ലറി അറ്റ് ഹോൾസെയിൽ പ്രൈസ്. പല ഹോൾസെയിൽ ഷോപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഡിസൈനർ ജ്വല്ലറി ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കുന്ന ഏക സ്ഥാപനം none other than DC Jewellers ആണ് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ആൻഡ് വി അഷ്യൂർ യു വി ഗിവ് യു ദ ബെസ്റ്റ് പ്രോഡക്ട്സ് ഇൻ ദ ലീസ്റ്റ് മേക്കിംഗ് ചാർജ്. അപ്പോൾ സ്വർണ്ണവില എല്ലാവർക്കും അറിയാമല്ലോ, കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് ബ്ലോക്ക് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ DC-യിലുണ്ട്. ചെറിയ എമൗണ്ട് തന്നെ നിങ്ങൾക്ക് റേറ്റ് ബ്ലോക്ക് ചെയ്യാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് എല്ലാവരെയും ഞാൻ DC-യിലോട് ക്ഷണിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഈദ് ആശംസകൾ ഫ്രം DC Jewellers. ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന എല്ലാ ഇസ്ലാം മതവിശ്വാസികൾക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈദ് ആശംസകൾ. അങ്ങനെ 2025 റംലാൻ വിരുന്ന് എന്ന പരിപാടിക്ക് ഇന്ന് അന്ത്യം കുറിക്കുകയാണ്. ഒരിക്കൽ കൂടി ഹാപ്പി ടു എവരിവൺ. റമദാൻ വിരുന്ന് 2025 പവർഡ് ബൈ
Total Assurance. We secure your tomorrows. Co-powered by DC Jewels. Happy Land presents. Co-presents Chai Kadai, Eastham, UK. This program is brought to you by Chai Kadai, Eastham, UK.